ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ട്, അത് മറ്റൊരു വീട്ടിലും കൂടി എങ്ങനെ എടുക്കാമെന്നുള്ളതാണ്. തൊട്ടടുത്തുള്ള രണ്ട് വീടുകളാണ്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ മുഖേന വൈഫൈ റിപ്പീറ്റർ വെച്ചിട്ട് രണ്ട് വീട്ടിലേക്കും കണക്ഷൻ എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. വൈഫൈ റിപ്പീറ്റർ വെച്ച് കണക്ഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. അത് അടുക്കായിരിക്കണം, അതായത് 10 മീറ്ററിനുള്ളിൽ ആയിരിക്കും രണ്ട് വീടുകളും. അങ്ങനെയാണ് നമ്മൾക്ക് എടുക്കാം. അത് മാത്രമല്ല, ഈ റിപ്പീറ്റർ വെച്ച് കണക്ഷൻ എടുക്കുമ്പോഴും നമ്മുടെ സ്പീഡൊക്കെ ലോ ആവാൻ ചാൻസ് ഉണ്ട്. അത് തന്നെ നിങ്ങളുടെ ഏത് വീട്ടിലാണോ വൈഫൈ കണക്ഷൻ ഇരിക്കുന്നത്, ആ നിങ്ങളെ വീട് ഏത് സൈഡിലാണോ ആ വീട്ടിൻ്റെ അതേ സൈഡിൽ വരുന്ന ജനലിൻ്റെ അടുക്കൽ വൈഫൈ മോഡം വെക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കണക്ഷൻ കിട്ടുന്നതാണ്. അതായത് അത്രയും മതിലുകളുടെ എണ്ണം, ഓരോ മതിൽ കൂടുമ്പോഴും നമ്മൾക്ക് വൈഫൈയുടെ കവറേജ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ജനലിൻ്റെ അടുക്ക് വെക്കാൻ വേണ്ടി പറയുന്നത്. അതിനുശേഷം ജനൽ ഓപ്പൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, ചുമരുകൾ തുളച്ചുകൊണ്ട് ഈ തരങ്ങൾക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേങ്കിൽ ഈ പറയുന്ന ഗ്ലാസ്സുകൾ കുറച്ചും കൂടി കട്ടി കൂടിയതാണ്. തരംഗങ്ങൾക്ക് നമുക്ക് കാഴ്ചയിൽ പ്രകാശത്തിന് ഗ്ലാസ്സുകൾക്കുള്ളിലൂടെ എളുപ്പത്തിൽ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോവാം. പക്ഷേ ചുമരിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പ്രകാശത്തിന് പെട്ടെന്ന് കടക്കാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ റേഡിയോ തരംഗങ്ങൾക്ക് അങ്ങനെയല്ല, ചുമരാണ് കുറച്ചുകൂടി ഈസി. ഈ പറയുന്ന ജനൽ ചില്ലുകൾ കുറച്ചുകൂടി അത് തടസ്സപ്പെടുത്തുന്നതാണ്. അപ്പോൾ ജനലിൻ്റെ സൈഡിൽ വെക്കുക, അതായത് ജനലിൻ്റെ നേരെ ചില്ല് വരുന്ന ഭാഗത്തല്ല, അല്ലാതെ ചുമര് വരുന്ന ഭാഗത്ത് എവിടെയെങ്കിലും ആയിട്ട് നിങ്ങൾ ആണി ഇടിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീട്ടിലേക്ക് എടുക്കാം. 5 മീറ്ററിൻ്റെ ഉള്ളിലായിരിക്കും രണ്ട് റിപ്പീറ്ററും വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബെസ്റ്റായിട്ടുള്ള ഒരു കണക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് നിങ്ങളുടെ മോഡവും വീട്ടിലിരിക്കുന്ന റിപ്പീറ്റർ നമ്മൾ 5 മീറ്ററിനുള്ളിലാണെങ്കിൽ വലിയ സ്പീഡ് ലോസ് ഒന്നും ഇല്ലാതെ നമ്മൾക്ക് രണ്ട് വീടും നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. 5 മീറ്ററിൽ കൂടുന്തോറും, ഓരോ മീറ്റർ കൂടുന്തോറും വളരെയധികം ഡാറ്റയുടെ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ലാൻഡ് കേബിൾ വാങ്ങിയിട്ട് രണ്ട് മോഡങ്ങളും തമ്മിൽ ലാൻഡിൽ ബന്ധിപ്പിക്കുന്നതാണ്. വലിയ പൈസ ഒന്നും ആവത്തില്ല. അപ്പം അങ്ങനെയായിരിക്കും ഏറ്റവും നല്ലത്. നേരെ മറിച്ച് വൈഫൈ റിപ്പീറ്റർ വെച്ച് കണക്ഷൻ എടുക്കുകയാണെങ്കിൽ കണക്ഷൻ എടുക്കാനൊക്കെ സാധിക്കും, പക്ഷേ സ്പീഡ് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്ത് പോകും. ഇപ്പോൾ ഒരു 60 Mbps കണക്ഷൻ ആണെങ്കിൽ പോലും ഈ 5 മീറ്ററിൻ്റെ അപ്പുറത്തേക്ക് പോകുന്തോറും ഓരോ മീറ്റർ കൂടുമ്പോഴും നമ്മൾക്കൊരു 10 Mbps അല്ലെങ്കിൽ 15 Mbps ഡിറ്റക്ഷൻ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ രണ്ട് വീട് തമ്മിൽ അങ്ങനെ ബന്ധിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, ഞാൻ മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ലാൻഡ് കേബിൾ വെച്ച് കണക്ട് ചെയ്യാം. എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് ലാൻഡ് കേബിൾ അളന്ന് വാങ്ങാൻ കഴിയുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് എത്ര ദൂരമുള്ള ലാൻഡ് കേബിൾ അളന്നെടുത്തിട്ട് അത് അതിൻ്റെ രണ്ട് എൻഡിലും പോർട്ട് കണക്ഷൻ കൊടുക്കാനുള്ള സംഭവങ്ങൾ കണക്ട് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. അല്ലാതെ ഓൺലൈനാണെങ്കിൽ ഇത്ര മീറ്റർ, 10 മീറ്റർ, 15 മീറ്റർ, 20 മീറ്റർ, 30 മീറ്റർ ആ ലെങ്ത്തിൽ ലാൻഡ് കേബിൾ ആമസോൺ അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ടാവും. അങ്ങനെയും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ലാൻഡ് കേബിൾ വെച്ച് കണക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ പറയുന്ന വൈഫൈ റിപ്പീറ്ററിനെക്കാട്ടും നല്ലത് രണ്ട് വീടുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ താഴ്ന്ന മുകളിലേക്കുള്ള നിലയിലാണെങ്കിൽ ഈ പറയുന്ന 5 മീറ്ററിനുള്ളിലായിരിക്കുമല്ലോ നമുക്ക് എന്തായാലും മുകളിൽ നിലയിൽ വരാം. അങ്ങനെയാണ് നിങ്ങൾക്ക് മുകളിൽ നിലയിലേക്ക് വൈഫൈ റിപ്പീറ്റർ കൊടുക്കാം. എന്നാൽ പോലും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ലാൻഡ് കേബിൾ തന്നെയാണ്. അപ്പം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.